പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ മറ്റൊരു ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ട് പോലെ മറ്റൊരു ഫ്രണ്ട്, ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട്. ഇത് ആസാമിലടക്കം പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു പ്രോക്സി സംഘടനയായിട്ടാണ് ഇതിനെ പലരും കരുതുന്നത്. 50 കോടി ഹിന്ദുക്കളെ കൊന്നെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു സംഘടനയാണ് ഈ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട്. ഒപ്പം തന്നെ ഇവിടെ നടന്ന കലാപങ്ങൾക്ക് ആളെ കൂട്ടിയതിന് പിന്നിൽ SDP അടക്കമുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ പങ്കുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. ഈ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് ബസ്സുകളിലും മറ്റുമാണ് കൊൽക്കത്തയിലും ഫർഗാനയിലും മറ്റും ആളുകളെ കൊണ്ടിറക്കി കലാപം നടത്തിയത്. ഏതായാലും ഈ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടാണ് ഇപ്പോൾ അസാമിലും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലും അഴിഞ്ഞാട്ടം നടത്തിയതിന് പിന്നിൽ. ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ചില ഭീകരവാദ സംഘടനകളും ഇതിന് പിന്തുണ നൽകിയിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള സംഘടനകളുടെ പ്രധാന ലക്ഷ്യം ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ളതാണ്. അതായത് പശ്ചിമ ബംഗാളിൻ്റെ കുറച്ച് ഭാഗം കൂടി അടർത്തിയെടുത്തുകൊണ്ട് ബംഗാൾ സ്ഥാപിക്കുക, ഇല്ലെങ്കിൽ ബംഗാളിൻ്റെ ഒരു പ്രദേശം അധികാരം പിടിച്ചെടുക്കുക. അതിന് ഭാഗമായിട്ടായിരുന്നു ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലൊക്കെ മുൻപ് ISISൻ്റെ ആളുകളും മറ്റുമൊക്കെ യൂനസിൻ്റെ ഭരണകാലത്തേക്ക് സ്വാഗതം ചെയ്തതും അവിടെ എത്തിയതും. ഏതായാലും SDP-യും പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ പ്രോക്സി സംഘടനയായ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടും സജീവമായി തന്നെ ഈ കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ഈ കലാപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുട്ടികളെ കൊണ്ടാണ് തീവെപ്പും കല്ലേറും പെട്രോൾ ബോംബും മറ്റും എറിയിച്ചത്. കുട്ടികളാകുമ്പോൾ നിയമപരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നൊരു ധാരണയിലായിരിക്കണം ഇത്. പക്ഷേ കുട്ടികളെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം അത്തരം കുട്ടികളെ ക്രിമിനലായി തന്നെ കണക്കാക്കുകയും ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. കാരണം ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ വ്യാപകമായി തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ്. ട്രെയിനിനും മറ്റും കുട്ടികളെ കൊണ്ട് കല്ലെറിയിക്കുക, അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകൾ മറ്റും ഈ ട്രെയിൻ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ കുട്ടികളെ കൊണ്ട് വെപ്പിക്കുക, അതുപോലെ തന്നെ കലാപങ്ങളിൽ കുട്ടികളെ കൊണ്ട് കല്ലെറിയിക്കുകയും പെട്രോൾ ബോംബ് എറിയിക്കുകയും മറ്റും ചെയ്യുക. ഇതിനെ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.